ഹിന്ദുധർമ്മം 1893 സെപ്റ്റംബർ 19 സർവമത സമ്മേളനത്തിൽ വായിച്ച പ്രബന്ധം. ചരിത്രാതീത കാലങ്ങളിൽ നിന്ന് നമുക്ക് കൈവന്നിട്ടുള്ള 3 മതങ്ങൾ ഇന്ന് ലോകത്തിൽ നിലകൊള്ളുന്നു. ഹിന്ദുമതം, ജരതുഷ്ട്രമതം, യഹൂദമതം. അവയ്ക്കെല്ലാം അതിഭയങ്കരങ്ങളായ ആഘാതങ്ങൾ ഏൽക്കയുണ്ടായിട്ടുണ്ട്. എന്നിട്ടും അവയെയെല്ലാം അതിജീവിച്ച് തങ്ങളുടെ അകക്കരുത്തിനെ തെളിയിക്കുന്നു. ക്രിസ്തുമതത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത യഹൂദമതം അതിൻ്റെ സർവ്വജൈത്രിയായ പുത്രിയാൽ സ്വജന്മഭൂമിയിൽ നിന്ന് തന്നെ ഓടിക്കപ്പെട്ടു. തങ്ങളുടെ മഹാമതത്തിൻ്റെ കഥ പറയാൻ ഒരു പിടി പാഴ്സികളെ ഇന്ന് ബാക്കിയുള്ളൂ. ഭാരതത്തിലാകട്ടെ അവാന്തര മതങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ഉയർന്ന് വൈദിക മതത്തെ അടിയോളം ഉലയ്ക്കുകയുണ്ടായി. എന്നാൽ ഉഗ്രമായ ഭൂകമ്പത്തിൽ കടൽ തീരത്തുള്ള ജലരാശി പോലെ അല്പനേരത്തേക്ക് മാത്രം അത് പിൻവാങ്ങി. മടങ്ങിവരാൻ ആകെ വിഴുങ്ങുന്ന പെരുവെള്ളമായി 1000 മടങ്ങ് തിമിർത്ത് കയറാൻ മാത്രം. ഒഴുക്കിൻ്റെ ബഹളം കഴിഞ്ഞപ്പോൾ അവാന്തര മതങ്ങൾ മുഴുവനും ഗ്രസിക്കപ്പെട്ട് മാതൃമതത്തിൻ്റെ അനന്ത ശരീരത്തിൽ ചേർന്ന് ലയിച്ചു കഴിഞ്ഞിരുന്നു. ശാസ്ത്രത്തിൻ്റെ പുതുപുത്തൻ കണ്ടുപിടുത്തങ്ങൾ യാതൊന്നിൻ്റെ പ്രതിധ്വനികളെ പോലെ തോന്നുന്നുവോ, വേദാന്ത ദർശനത്തിൻ്റെ ആ ആധ്യാത്മിക ഉത്കർഷങ്ങൾ മുതൽ വിഗ്രഹ ആരാധനയുടെ അതിൻ്റെ നാനാവിധങ്ങളായ പഴങ്കഥകളടക്കം ഏറ്റവും ഹീനങ്ങളായ ആശയങ്ങളും ബൗദ്ധരുടെ ദുർവിജ്ഞേയവാദവും ജൈനരുടെ നിരീശ്വരവാദവും വരെ ഓരോന്നിനും എല്ലാറ്റിനും ഹിന്ദുവിൻ്റെ ധർമ്മത്തിൽ സ്ഥാനമുണ്ട്. അപ്പോൾ ഒരു ചോദ്യമുയരുന്നു: ഇത്ര അകലുന്ന ഈ ആരങ്ങളെല്ലാം ഒത്തുകൂടുന്ന പൊതു കേന്ദ്രം എവിടെ? ഗതികെട്ട മട്ടുള്ള ഈ വൈരുദ്ധ്യങ്ങളെല്ലാം നിലകൊള്ളുന്ന പൊതുവായ ചുവടെവിടെ? ഈ ചോദ്യത്തിന് തന്നെയാണ് ഞാനിപ്പോൾ സമാധാനം പറയാൻ നോക്കുന്നത്. ഹിന്ദുക്കൾക്ക് അവരുടെ ധർമ്മം കിട്ടിയിരിക്കുന്നത് വെളിപാടിൽ നിന്നാണ്, വേദങ്ങളിൽ നിന്ന്. വേദങ്ങൾ അനാദിയും അനന്തവുമാണെന്നാണ് അവരുടെ മതം. ഒരു പുസ്തകത്തിന് ആദിയോ അന്തമോ ഇല്ലെന്നത് ഈ സദസ്സിന് ഹാസ്യമായി തോന്നിയേക്കാം. എന്നാൽ വേദങ്ങൾ എന്ന് വെച്ചാൽ പുസ്തകമേ അല്ല. ഓരോ കാലത്ത് ഓരോ ആളുകൾ ദർശിച്ചിട്ടുള്ള അധ്യാത്മ നിയമങ്ങളുടെ സഞ്ചിത നിധിയെന്നാണ് അവയ്ക്കർത്ഥം. വസ്തു ആകർഷണ നിയമം അതറിയപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്നു. മനുഷ്യരൊക്കെ മറന്നുപോയാലും അതുണ്ടായിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് അധ്യാത്മലോകത്തെ ഭരിക്കുന്ന നിയമങ്ങളും. ജീവാത്മാവും തമ്മിലും ജീവാത്മാവും പരമാത്മാവും തമ്മിലുമുള്ള ധാർമ്മികവും ആചാരപരവും ആധ്യാത്മികവുമായ ബന്ധങ്ങൾ അവ അറിയപ്പെടുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നതാണ്. നാം അവയെ മറന്നാൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും. ഈ നിയമങ്ങളുടെ ദ്രഷ്ടാക്കളെ ഋഷികൾ എന്ന് വിളിച്ചിരുന്നു. പൂർണ്ണന്മാരെന്ന നിലയിൽ അവരെ ഞങ്ങൾ പൂജിക്കുകയും ചെയ്യുന്നു. അവരിൽ ഏറ്റവും മഹിമയുള്ളവരിൽ ചിലർ സ്ത്രീകളായിരുന്നു എന്ന് ഈ സദസ്സിനോട് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. ഈ നിയമങ്ങളെന്ന നിലയിൽ അന്തമറ്റവയായിരിക്കാം. എങ്കിലും അവയ്ക്ക് ആദി ഉണ്ടായിരിക്കണമെന്ന് ഇവിടെ ഒരു വാദം വരാം. സൃഷ്ടിക്ക് ആദിയോ അന്തമോ ഇല്ലെന്ന് വേദങ്ങൾ ഉപദേശിക്കുന്നു. വിശ്വശക്തിയുടെ ആകെ തുക സദാ സമമാണെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു. അപ്പോൾ ഒന്നുമില്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നെങ്കിൽ ഈ വ്യക്തശക്തിയെല്ലാം എവിടെയായിരുന്നു? അത് ഈശ്വരനിൽ അവ്യക്തമായിരുന്നു എന്ന് ചിലർ പറയുന്നു. എങ്കിൽ ഈശ്വരൻ ചിലപ്പോൾ അവ്യക്തശക്തിയും ചിലപ്പോൾ വ്യക്തശക്തിയുമാകും. അത് ഈശ്വരനെ വികാരിയാക്കും. വികാരമുള്ളതെല്ലാം കൂട്ടാണ്. കൂട്ടെല്ലാം തന്നെ വിനാശമെന്ന വികാരത്തിന് വിധേയമാകണം. അപ്പോൾ ഈശ്വരൻ നശിക്കും. ഇതബദ്ധം. അതുകൊണ്ട് സൃഷ്ടിയില്ലാതിരുന്ന കാലം ഒരിക്കലുമില്ലായിരുന്നു. ഉപമ പറയുന്ന പക്ഷം സൃഷ്ടിയും സൃഷ്ടാവും 2 രേഖകളാണ്. അനാദി, അനന്തം, സമാന്തരം. ഈശ്വരൻ നിത്യപ്രവൃത്തനായ ധാതാവാണ്. അവിടുന്ന് സ്വമഹിമ കൊണ്ട് ബ്രഹ്മാണ്ഡ പരമ്പരകളെ അവ്യക്തത്തിൽ നിന്ന് പ്രകാശിപ്പിച്ച് കുറേക്കാലം പ്രവർത്തിപ്പിച്ച് ഒടുവിൽ സംഹരിക്കുന്നു. ഇതാണ് ബ്രാഹ്മണബാലൻ എന്നും ജപിക്കുന്നത്. അതീത കൽപ്പങ്ങളിലെ സൂര്യന്മാരെപ്പോലെ ഈ സൂര്യചന്ദ്രന്മാരെയും ഈശ്വരൻ സൃഷ്ടിച്ചു. ഞാനിതാ ഇവിടെ നിന്ന് കണ്ണടച്ച് ഞാൻ 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 എന്ന് എൻ്റെ ഉണ്മയെ ഭാവന ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിൽ എന്താശയമാണ് ആവിർഭവിക്കുക? ശരീരമെന്ന്. അപ്പോൾ ഞാൻ ഭൗതിക വസ്തുക്കളുടെ വെറുമൊരു കൂട്ടാണെന്നോ? അല്ലെന്ന് വേദഘോഷം.
ഞാൻ ശരീരത്തിൽ വസിക്കുന്ന ചൈതന്യമാണ്. ഞാൻ ദേഹമല്ല. ദേഹം നശിക്കും, എന്നാൽ എനിക്ക് നാശമില്ല. ഞാനിതാ ഈ ശരീരത്തിലാണ്. ഇത് വീണുപോകും. ഞാൻ തുടർന്ന് ജീവിക്കും. ഒരു ഭൂതകാലവും എനിക്കുണ്ടായിരുന്നു. ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടതല്ല, എന്തെന്നാൽ സൃഷ്ടി സംയോഗമാണ്. എന്നുവെച്ചാൽ മേലിൽ വിയോഗം തീർച്ചയെന്നർത്ഥം. അതുകൊണ്ട് ആത്മാവ് നിർമ്മിതമാണെങ്കിൽ അത് നശിക്കണം. ചിലർ സുഖികളായി ജനിക്കുന്നു. തികവുറ്റ ആരോഗ്യം, അഴകുള്ള ശരീരം, മനസ്സിന് ചുറുചുറുക്ക്, വേണ്ടതെല്ലാം സുലഭം. ചിലർ ദുഃഖികളായി ജനിക്കുന്നു. ചിലർക്ക് കൈയില്ല, ചിലർക്ക് കാലില്ല, പിന്നെ ചിലർക്ക് ബുദ്ധിയേയില്ല. അവർ അതികഷ്ടമായ ഒരു ജീവിതം വെറുതെ ഇട്ടിഴയ്ക്കുന്നു. ഇവരെല്ലാം സൃഷ്ടിക്കപ്പെട്ടവരെങ്കിൽ സമനും കരുണാമയനുമായ ഒരു ഈശ്വരൻ ഒരുവനെ സുഖിയായും മറ്റൊരുവനെ ദുഃഖിയായും സൃഷ്ടിച്ചതെന്തിന്? ഇത്ര പക്ഷപാതിയായതെന്ത്? ഈ ജന്മത്തിൽ ദുഃഖിക്കുന്നവർ വരും ജന്മത്തിൽ സുഖിക്കുമെന്ന് പറയുന്നതും തീരെ സമാധാനമാകുന്നില്ല. സമനും കരുണാമയനുമായ ഒരു ഈശ്വരന്റെ ഭരണത്തിൽ ഒരുവൻ ഇവിടെ തന്നെ എന്തിനു ദുഃഖിക്കണം? രണ്ടാമത്, ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന ആശയം സൃഷ്ടിയിലെ പൊരുത്തക്കേടിന് സമാധാനം തരുന്നില്ല. അത് ഒരു സർവശക്തന്റെ ക്രൂരശാസനത്തെ വെളിപ്പെടുത്തുകയേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യനെ സുഖിയോ ദുഃഖിയോ ആക്കാൻ അവന്റെ ജനനത്തിന് മുമ്പ് തന്നെ കാരണങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. അവ അവന്റെ പൂർവകർമ്മങ്ങളത്രേ. ശരീരമനസ്സുകളുടെ പ്രവണതകളെയെല്ലാം നൈസർഗിക വാസനകൾ കൊണ്ട് വ്യാഖ്യാനിച്ചുകൂടെ? ഇവിടെ സത്തയുടെ രണ്ട് സമാന്തര രേഖകളുണ്ട്. ഒന്ന് മനസ്സിൻ്റെ, മറ്റേത് ജഡത്തിൻ്റെ. ജഡവും ജഡപരിണാമങ്ങളും കൊണ്ട് നമുക്കുള്ളതെല്ലാം വ്യാഖ്യാനിക്കാമെങ്കിൽ ഒരാത്മാവിൻ്റെ ഉണ്മയെ കൽപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ജഡത്തിൽ നിന്ന് വിചാരം ഉദിച്ചതായി തെളിയിക്കാൻ കഴിയുന്നതല്ല. ദാർശനികമായ ഏകത്വം അനിവാര്യമാണെങ്കിൽ ആത്മീയമായ ഏകത്വം, അതായത് ആത്മാദ്വൈതം, തീർച്ചയായും യുക്തിയുക്തമാണ്. ഭൗതികമായ ഏകത്വത്തേക്കാൾ ആശാസ്യതയിൽ ഒട്ടു കുറവുമല്ല. പാരമ്പര്യം വഴി ശരീരങ്ങൾ ചില സവിശേഷ പ്രവണതകളെ പ്രാപിക്കുന്നു എന്നത് അനിഷേധ്യമാണ്. പക്ഷേ ആ പ്രവണതകളെന്ന് വെച്ചാൽ ഒരു സവിശേഷ മനസ്സിന് മാത്രം സവിശേഷ രീതിയിൽ വ്യാപരിക്കാൻ ഉതകുന്ന വെറും ഭൗതിക ആകാരമത്രേ. പൂർവകർമ്മ പ്രഭവങ്ങളായ മറ്റു പ്രവണതകൾ ഓരോ ആത്മാവിനും സ്വന്തമായുണ്ട്. ഒരു സവിശേഷ പ്രവണതയോടുകൂടിയ ജീവൻ ആ പ്രവണതയെ പ്രദർശിപ്പിക്കാൻ ഏറ്റവും പറ്റിയ ഒരു ശരീരത്തിൽ സദൃശ സംയോഗ നിയമപ്രകാരം വന്നു പിറക്കുന്നു. ഇത് ശാസ്ത്രത്തിന് സമ്മതമാണ്. എന്തെന്നാൽ ശാസ്ത്രത്തിന് എല്ലാം ശീലത്തിലൂടെ വ്യാഖ്യാനിക്കണം. ശീലമാകട്ടെ അഭ്യാസം കൊണ്ട് വരുന്നതുമാണ്. അതുകൊണ്ട് നവജാതനായ ഒരു ജീവന്റെ സഹജശീലങ്ങൾ വ്യാഖ്യാനിക്കാൻ അഭ്യാസങ്ങൾ ആവശ്യമാണ്. അവ ഈ ജന്മം നേടാത്തവയാകയാൽ പൂർവജന്മങ്ങളിൽ നിന്ന് വന്നു ചേർന്നവ തന്നെ ആയിരിക്കണം. ഇവിടെ വേറൊരു ശങ്ക. ഇതൊക്കെ ശരിയെന്ന് വെച്ചാലും എൻ്റെ പൂർവജന്മത്തിലെ യാതൊന്നും ഞാൻ ഓർക്കാത്തതെന്ത്? ഇതിന് സമാധാനം പറയാൻ എളുപ്പമാണ്. ഞാനിപ്പോൾ ഇംഗ്ലീഷ് പറയുകയാണ്. ഇതെൻ്റെ മാതൃഭാഷയല്ല. വാസ്തവത്തിൽ മാതൃഭാഷയിലെ ഒരു വാക്കും ഇപ്പോൾ എൻ്റെ ബോധത്തിലില്ല. എന്നാൽ അവയെ ഉയർത്താൻ ഞാനൊന്ന് ശ്രമിക്കട്ടെ. അവയങ്ങ് തള്ളിക്കയറുകയായി. ഇതുകൊണ്ട് തെളിയുന്നത് ബോധം മനസ്സമുദ്രത്തിൻ്റെ ഉപരിതലം മാത്രമെന്നാണ്. അതിൻ്റെ ആഴത്തിൽ നമ്മുടെ അനുഭവങ്ങൾ കൂട്ടം കൂടി കിടപ്പുണ്ട്. ശ്രമിക്കൂ, പണിപ്പെടൂ, അവ പൊന്തിവരും. നിങ്ങളുടെ പൂർവജന്മത്തെക്കുറിച്ച് പോലും നിങ്ങൾക്ക് ബോധമുണ്ടാകും. നേരിട്ട് കാട്ടിക്കൊടുക്കുന്ന തെളിവാണിത്. സാക്ഷാത് ദർശനമാണ് ഒരു സിദ്ധാന്തത്തിൻ്റെ തികവുറ്റ തെളിവ്. ഇതാ ഋഷികൾ ലോകത്തെ വെല്ലുവിളിക്കുന്നു. സ്മൃതി സമുദ്രത്തെ അടിയോളം ഇളക്കി മറിക്കുവാനുള്ള രഹസ്യം ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അത് പരീക്ഷിക്കുവിൻ. നിങ്ങൾക്ക് പൂർവജന്മത്തിൻ്റെ പൂർണ്ണ സ്മൃതി ഉണ്ടാകും. അങ്ങനെ താൻ ആത്മാവാണെന്ന് ഹിന്ദു വിശ്വസിക്കുന്നു. ആത്മാവിനെ വാളിന് മുറിച്ചുകൂടാ, തീക്കരിച്ചുകൂടാ, വെള്ളത്തിന് അലിയിച്ചുകൂടാ, കാറ്റിന് ഉണക്കിയും കൂടാ. ഓരോ ആത്മാവ് ഓരോ വൃത്തമാണെന്ന് ഹിന്ദു വിശ്വസിക്കുന്നു. അതിന് പരിധി എങ്ങുമില്ല. എങ്കിലും കേന്ദ്രം ശരീരത്തിലാണ്. ഈ കേന്ദ്രം ശരീരത്തിൽ നിന്ന് ശരീരത്തിലേക്ക് മാറുക മാത്രമാണ് മരണം. ഭൗതിക അവസ്ഥകൾ ആത്മാവിനെ ബന്ധിക്കുന്നുമില്ല. അതിൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ ആത്മാവ് സ്വതന്ത്രവും
അപരിമിതവും പാപരഹിതവും ശുദ്ധവും പൂർണ്ണവുമാണ്. എന്നാൽ അതെങ്ങനെയോ ജഡത്തിൽ കുടുങ്ങിയതായി കാണുകയും സ്വയം ജഡമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. മുക്തനും ശുദ്ധനും പൂർണ്ണനുമായ ആത്മാവ് ഇങ്ങനെ ജഡക്കുടുക്കിൽപ്പെടേണ്ട ആവശ്യമെന്ത്? ഇതാണ് അടുത്ത ചോദ്യം. പൂർണ്ണനായ ആത്മാവ് താൻ അപൂർണനാണെന്ന തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടതെങ്ങനെ? ഹിന്ദുക്കൾ ഈ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുകളയുന്നെന്നും അങ്ങനെ ഒരു ചോദ്യം ഉദിക്കുന്നില്ലെന്ന് അവർ പറയുന്നെന്നും ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില ചിന്തകന്മാർ ഇതിനുത്തരം പറയാൻ ഒന്നോ ഒന്നിലധികമോ പൂർണ്ണപ്രായന്മാരെ കൽപ്പിക്കുന്നു. വിടവുകൾ അടയ്ക്കാൻ വലിയ ശാസ്ത്രീയ സംജ്ഞകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. പക്ഷേ സംജ്ഞാപ്രയോഗം സമാധാനം പറയലല്ല. ചോദ്യം അങ്ങനെ തന്നെ ശേഷിക്കുന്നു. പൂർണ്ണൻ എങ്ങനെ പൂർണ്ണപ്രായനായി? ശുദ്ധ നിരുപാധിക സ്വരൂപം അണുമാത്രമെങ്കിലും മാറുന്നതെങ്ങനെ? എന്നാൽ ഹിന്ദു ഋജുവാണ്. യുക്തി ആഭാസത്തെ അഭയം പ്രാപിക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ആണത്തത്തോടെ ചോദ്യത്തെ നേരിടാൻ അവന് ധൈര്യമുണ്ട്. അവൻ്റെ മറുപടി എനിക്കറിഞ്ഞുകൂടാ എന്നാണ്. പൂർണ്ണനായ ആത്മാവ് താൻ അപൂർണനാണെന്ന് വിചാരിച്ചത് ജഡത്തോടൊട്ടി അതിൽ കുടുങ്ങിയത് എങ്ങനെയെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ എന്തൊക്കെയായാലും വസ്തുത തന്നെ. താൻ ശരീരമാണെന്നുള്ള തനത് വിചാരം എല്ലാവരുടെയും ബോധത്തിലുള്ള ഒരു വസ്തുതയാണ്. താൻ ശരീരമാണെന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വിശദീകരിക്കാൻ ഹിന്ദു ശ്രമിക്കുന്നില്ല. അത് ഈശ്വരേച്ഛയാണെന്ന മറുപടി ഒരു സമാധാനമല്ല. എനിക്കറിഞ്ഞുകൂടാ എന്ന ഹിന്ദുവിൻ്റെ വചനത്തേക്കാൾ ഒട്ടും മെച്ചമല്ല അത്. ഇങ്ങനെ മനുഷ്യാത്മാവ് നിത്യനും അമൃതനും പൂർണ്ണനും അനന്തനുമാണ്. മരണമെന്ന് പറയുന്നത് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് കേന്ദ്രം മാറുക മാത്രമാണ്. പൂർവകർമ്മങ്ങൾ വർത്തമാനത്തെയും വർത്തമാനം ഭാവിയെയും നിർണയിക്കുന്നു. ജനനത്തിൽ നിന്ന് ജനനത്തിലേക്കും മരണത്തിൽ നിന്ന് മരണത്തിലേക്കും സംസരിച്ച് ജീവൻ മേൽപോട്ടോ കീഴ്പോട്ടോ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ വേറൊരു ചോദ്യം. ഇങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ കഥ എന്ത്? കൊടുങ്കാറ്റിൽപ്പെട്ട ചെറുതോണിയോ അവൻ? പതചൂടിയ തിരത്തുഞ്ചത്തേക്ക് ഒരു നിമിഷം അടിച്ചു കയറ്റപ്പെട്ടും അടുത്ത നിമിഷം വാ പിളർന്ന തിരക്കുഴിയിലേക്ക് എടുത്തെറിയപ്പെട്ടും തൻ്റെ സുഹൃത ദുഷ്കൃതങ്ങളുടെ പിടിയിൽപ്പെട്ട് അങ്ങിങ്ങു മറിയുന്ന ചെറുതോണിയോ മനുഷ്യൻ? സദാ ക്ഷോഭിച്ച് സദാ പായുന്ന നിഷ്കരുണമായ കാര്യകാരണധാരയിൽ കഴിവറ്റ് തുണയറ്റുഴലുന്ന കെടുതോണിയോ അവൻ? വിധവയുടെ കണ്ണീരോ അനാഥരോദനമോ ഗൗനിക്കാതെ ഒക്കെ തകർത്തുരുണ്ടുപോകുന്ന കാരണചക്രത്തിൻ്റെ അടിയിലകപ്പെട്ട ക്ഷുദ്രശലഭമോ മനുഷ്യൻ? ഇതോർത്ത് ഉള്ളം കുഴയുന്നു. എന്നാലും പ്രകൃതിയുടെ നിയമം ഇതുതന്നെ. ഒരാശയ്ക്കും വകയില്ലേ? ഒരു രക്ഷയുമില്ലേ? ഈ രോദനം നിരാശത നിറഞ്ഞ നെഞ്ചിൻ്റെ അടിത്തട്ടിൽ നിന്ന് പൊന്തി കരുണയുടെ തിരുമഞ്ചത്തിലെത്തി അവിടെ നിന്ന് ആശാവഹവും സാന്ത്വനപരവുമായ തിരുമൊഴികൾ അവതരിച്ച് ഒരു വൈദികർഷിയെ പ്രചോദിപ്പിച്ചു. ലോകസമക്ഷം എഴുന്നേറ്റ് നിന്ന് കാഹളധ്വനിയിൽ ആ മംഗളവാർത്ത അവിടുന്ന് വിളംബരം ചെയ്തു. അമൃതാനന്ദത്തിൻ്റെ അരുമക്കിടാങ്ങളെ, ദിവ്യധാമങ്ങളിലും നിവസിക്കുന്നവരെ, ഇരുളിനെല്ലാം അപ്പുറത്ത്, മായയ്ക്കപ്പുറത്ത് ആദിത്യവർണ്ണനായ പുരാണപുരുഷനെ ഞാൻ കണ്ടിരിക്കുന്നു. അവനെ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾ മരണപരമ്പരയിൽ നിന്ന് വിമുക്തമാവൂ. അമൃതാനന്ദത്തിൻ്റെ അരുമക്കിടാങ്ങളെ, എത്ര മധുരമായ പേർ, എത്ര ആശാവഹം! ഞാൻ ആ മധുരമായ പേർ ചൊല്ലി നിങ്ങളെ വിളിക്കട്ടെ. അമൃതാനന്ദത്തിൻ്റെ അനന്തരാവകാശികൾ. അതെ, നിങ്ങളെ പാപികളെന്ന് വിളിക്കാൻ ഹിന്ദു കൂട്ടാക്കുകയില്ല. ഈശ്വര സന്താനങ്ങളാണ് നിങ്ങൾ. അമൃതാനന്ദത്തിൻ്റെ പങ്കാളികൾ, ദിവ്യന്മാർ, പരിപൂർണന്മാർ. അല്ലയോ ഭൂലോകദേവന്മാരെ, നിങ്ങൾ പാപികളോ? അങ്ങനെ വിളിക്കുന്നത് പാപമാണ്. മനുഷ്യ സ്വഭാവത്തിന് പെട്ട മാനഹാനിയാണിത്. അല്ലയോ സിംഹങ്ങളെ, എഴുന്നേറ്റു വരുവിൻ. ആടെന്ന ഭ്രാന്തി കുടഞ്ഞുകളയുവിൻ. മരണം തീണ്ടാത്ത ആത്മാക്കളാണ് നിങ്ങൾ. മുക്തന്മാർ, ധന്യന്മാർ, നിത്യന്മാർ. ജഡമല്ല നിങ്ങൾ, ദേഹമല്ല നിങ്ങൾ. ജഡം നിങ്ങളുടെ ദാസൻ, നിങ്ങൾ ജഡത്തിൻ്റെ ദാസന്മാരല്ല. ഇങ്ങനെയാണ് വേദങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. അല്ലാതെ നീക്കുപോക്കില്ലാത്ത നിയമങ്ങളുടെ ഒരു കൊടും ചട്ടക്കൂടല്ല, അറുതിയറ്റ കാര്യകാരണ കൽത്തുറുങ്കുമല്ല. പിന്നെയോ ഈ നിയമങ്ങളുടെ എല്ലാം തലപ്പത്തും സർവവസ്തുവിലും ശക്തിയിലും പരമാണുപര്യന്തം വ്യാപിച്ച്
ഒരു പരമപുരുഷൻ നിലകൊള്ളുന്നു. അവന്റെ കൽപ്പന കൊണ്ട് കാറ്റ് വീശുന്നു, തീ എരിയുന്നു, കാർമേഘം പെയ്യുന്നു, മൃത്യു ഭൂമിയിലെങ്ങും നീളെ നടക്കുന്നു. ആ പരന്റെ സ്വരൂപമെന്ത്? അവിടുന്ന് സർവ്വവ്യാപിയാണ്, നിർമ്മലനും നിരാകാരനും സർവശക്തനും പരമകാരുണികനുമാണ്. അവിടുന്നാണ് ഞങ്ങളുടെ അച്ഛൻ, അവിടുന്നാണ് ഞങ്ങളുടെ അമ്മ, ഞങ്ങളുടെ പ്രിയ തോഴനും അവിടുന്ന് തന്നെ. ഞങ്ങളുടെ കരുത്തിൻ്റെ എല്ലാം ഉറവാണ് അവിടുന്ന്. ഞങ്ങൾക്ക് കരുത്ത് തരയണമേ. അവിടുന്ന് തന്നെ ഈ വിശ്വഭാരം വഹിക്കുന്നത്. ജീവിതത്തിൻ്റെ ചെറു ചുമട് താങ്ങാൻ ഞങ്ങളെ തുണയ്ക്കണമേ. ഇങ്ങനെയാണ് വേദർഷികൾ പാടിയത്. ഇനി അവിടുത്തെ ആരാധിക്കേണ്ടത് എങ്ങനെ? പ്രേമം കൊണ്ട് തന്നെ. ഈ ജന്മത്തിലും വരും ജന്മത്തിലുമുള്ള എല്ലാറ്റിനെയും കാൾ പ്രിയതരനായി, ശ്രേഷ്ഠനായി കരുതി അവിടുത്തെ ആരാധിക്കണം. ഇതാണ് വേദപ്രോക്തമായ ഭക്തിമാർഗം. ഇനി ഈശ്വര അവതാരമെന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ശ്രീകൃഷ്ണൻ ഇതിനെ പൂർണ്ണമായി വളർത്തി ഉപദേശിച്ചത് എങ്ങനെയെന്ന് നോക്കാം. ഒരുവൻ ഈ ലോകത്തിൽ താമരയില പോലെ ജീവിക്കണം എന്ന് അവിടുന്ന് ഉപദേശിച്ചു. താമരയില വെള്ളത്തിൽ വളരുന്നെങ്കിലും വെള്ളം കൊണ്ട് നനയുന്നില്ലല്ലോ. അതുപോലെ വേണം മനുഷ്യൻ ലോകത്തിൽ ജീവിക്കാൻ. ഹൃദയം ഹരിയിലേക്കും കരങ്ങൾ കർമ്മത്തിലേക്കും. ഈ ലോകത്തിലോ വരും ലോകത്തിലോ കിട്ടാവുന്ന ഫലങ്ങൾ കൊതിച്ച് ഈശ്വരനെ പ്രേമിക്കുന്നത് നന്ന്. എന്നാൽ അതിലും നന്ന് പ്രേമത്തിനു വേണ്ടി ഭഗവാനെ പ്രേമിക്കുന്നത്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ഭഗവൻ, എനിക്ക് സമ്പത്തോ സന്തതിയോ വിദ്യയോ വേണ്ട. ഞാൻ പല ഉരു ജനിക്കണമെന്നാണ് അവിടുത്തെ ഇച്ഛയെങ്കിൽ അതങ്ങനെ ആയിക്കൊള്ളട്ടെ. എന്നാൽ ഒരനുഗ്രഹം മാത്രം, എനിക്ക് ഫലകാംക്ഷയില്ലാതെ അവിടുത്തെ പ്രേമിക്കാറാകണം. നിസ്വാർത്ഥം പ്രേമാർത്ഥം പ്രേമിക്കണം. ശ്രീകൃഷ്ണ ശിഷ്യരിൽ ഒരുവനായിരുന്ന അന്നത്തെ ഭാരത ചക്രവർത്തി യുധിഷ്ഠിരനെ ശത്രുക്കൾ രാജ്യത്തിൽ നിന്നോടിച്ചു. അദ്ദേഹത്തിന് രാജ്ഞിയോടുകൂടി ഹിമാലയ വനങ്ങളെ അഭയം പ്രാപിക്കേണ്ടി വന്നു. അവിടെ വെച്ച് ഒരു നാൾ അദ്ദേഹത്തോട് രാജ്ഞി ചോദിച്ചു, ധർമ്മിഷ്ഠരിൽ അഗ്രേസരനായ അങ്ങയ്ക്ക് ഇത്രയേറെ ദുഃഖം സഹിക്കേണ്ടി വന്നത് എന്തുകൊണ്ട്? യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു, പ്രിയേ, ഇതാ ഈ ഹിമാലയ പർവ്വതങ്ങളെ നോക്കൂ. അവ എത്ര ഗംഭീരങ്ങളും രമണീയങ്ങളുമായിരിക്കുന്നു. ഞാൻ അവയെ സ്നേഹിക്കുന്നു. അവ എനിക്കൊന്നും തരുന്നില്ല. എങ്കിലും ഗംഭീരവും രമണീയവുമായതിനെ സ്നേഹിക്കുക എൻ്റെ പ്രകൃതിയാണ്. ഞാൻ അവയെ സ്നേഹിക്കുന്നു. ഇതുപോലെ ഞാൻ ഭഗവാനെയും സ്നേഹിക്കുന്നു. സർവ്വസൗന്ദര്യ ഗാംഭീര്യങ്ങൾക്കും ഉറവിടം അവിടുന്നാണ്. പ്രേമാർഹമായ ഏക വസ്തു ഭഗവാനാണ്. അവിടുത്തെ പ്രേമിക്കയാണ് എൻ്റെ പ്രകൃതി. അതുകൊണ്ട് ഞാൻ പ്രേമിക്കുന്നു. ഞാൻ യാതൊന്നും പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ യാതൊന്നും യാചിക്കുന്നില്ല. അവിടുന്ന് ഇഷ്ടം പോലെ എന്നെ എവിടെയും വയ്ക്കട്ടെ. പ്രേമൈകപരനായി എനിക്ക് അവിടുത്തെ പ്രേമിക്കണം. പ്രേമവാണിജ്യം എനിക്ക് വയ്യ. ആത്മാവ് ദിവ്യമാണ്. ജഡത്തിൻ്റെ കെട്ടിൽ പെട്ടുപോയെന്ന് മാത്രം. ഈ കെട്ട് പൊട്ടിയാൽ പൂർണ്ണതയായി. ഇതാണ് വേദാനുശാസനം. അതിന് അവർ പറയുന്ന പേര് മുക്തി എന്നാണ്. സ്വാതന്ത്ര്യം, അപൂർണതയുടെ ബന്ധനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, മൃത്യുവിൽ നിന്നും ദുഃഖത്തിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം. ഈ ബന്ധനം ഈശ്വരകൃപ കൊണ്ടേ വീണുപോകൂ. ഈശ്വരകൃപ പവിത്രരായ ആളുകളിലേ വന്നു ചേരൂ. അതുകൊണ്ട് പവിത്രതയാണ് ഈശ്വരകൃപയ്ക്കുള്ള യോഗ്യത. ആ കൃപ എങ്ങനെ പ്രവർത്തിക്കുന്നു? പവിത്ര ഹൃദയത്തിൽ അവിടുന്ന് തന്നെത്താൻ വെളിപ്പെടുത്തുന്നു. പവിത്രനും അലിപ്തനും ഈശ്വരനെ ദർശിക്കുന്നു. അതും ഈ ജന്മം തന്നെ. അപ്പോൾ നെഞ്ചിലെ കുടിലതകൾ നിവരും. അപ്പോൾ മാത്രം സർവസംശയവും അപ്പോൾ തീരും. പിന്നെ മനുഷ്യൻ ഭയങ്കരമായ കാരണനിയമത്തിൻ്റെ കളിപ്പാട്ടമല്ല. ഇതാണ് ഹിന്ദുമതത്തിൻ്റെ തനി കേന്ദ്രം. മർമ്മപ്രധാനമായ ആശയം. ഹിന്ദുവിന് വാക്കുകളും വാദങ്ങളും കൊണ്ട് കഴിയാൻ ഇഷ്ടമില്ല. ഇന്ദ്രിയവേദ്യമായ സാധാരണ സത്തയിൽ കവിഞ്ഞ് വല്ലതുമുണ്ടെങ്കിൽ അതവന് നേരിട്ട് കാണണം. ജഡമല്ലാത്ത ഒരാത്മാവ് തന്നിലുണ്ടെങ്കിൽ, പരമകാരുണികനായ ഒരു പരമാത്മാവുണ്ടെങ്കിൽ അവന് നേരെ അങ്ങോട്ട് ചെല്ലണം. അവന് അവിടുത്തെ കാണണം. അതുകൊണ്ടേ അവൻ്റെ സംശയമെല്ലാം നശിക്കൂ. അങ്ങനെ ആത്മാവിൻ്റെ, ഈശ്വരൻ്റെ അത്യുത്കൃഷ്ട പ്രമാണമായി ഒരു ഹിന്ദു സിദ്ധൻ നൽകുന്നത് ഇതാണ്: ആത്മദർശനം എനിക്ക് കിട്ടിയിരിക്കുന്നു. ഈശ്വരനെ ഞാൻ കണ്ടിരിക്കുന്നു. അതാണ് താനും പൂർണ്ണതയ്ക്കുള്ള ഏക വ്യവസ്ഥ. ചില സിദ്ധാന്തങ്ങളിലും തത്വങ്ങളിലും വിശ്വസിക്കാനുള്ള യത്നമോ സംരംഭമോ അല്ല ഹിന്ദുമതം. സാക്ഷാത്കരിക്കലാണത്. ആകലും ആയിത്തീരലും. ഇപ്രകാരം
ഹിന്ദു ദർശനങ്ങളുടെ ലക്ഷ്യം മുഴുവൻ നിരന്തര യത്നം കൊണ്ട് പൂർണ്ണനും ദിവ്യനുമാകലാണ്. ഈശ്വരനെ പ്രാപിക്കുകയും ഈശ്വരനെ ദർശിക്കുകയും ചെയ്യുക. ഈ ഈശ്വരപ്രാപ്തിയും ഈശ്വര ദർശനവും സ്വർഗസ്ഥനായ പിതാവിനെപ്പോലെ തന്നെ പരിപൂർണനായി തീരലുമാണ് ഹിന്ദുവിൻ്റെ മതം. അപ്പോൾ പൂർണ്ണത്വം പ്രാപിച്ചവൻ്റെ ഗതി എന്ത്? അയാൾ അനന്താനന്ദമായ ഒരു ജീവിതം നയിക്കുന്നു. മനുഷ്യന് രസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു വസ്തുവിനെ, അതായത് ഈശ്വരനെ നേടി അയാൾ അളവറ്റതും തികവുറ്റതുമായ ആനന്ദം അനുഭവിക്കുന്നു. ഭഗവത് സായുജ്യ രസം ആസ്വദിക്കുന്നു. ഇത്രത്തോളം എല്ലാ ഹിന്ദുക്കളും യോജിക്കുന്നു. ഇതാണ് ഭാരതത്തിലെ എല്ലാ മതസമ്പ്രദായങ്ങൾക്കും പൊതുവായ മതം. പക്ഷേ പൂർണ്ണത, അതിനെപ്പറ്റി നാം പറഞ്ഞല്ലോ, കേവലമാണ്. കേവലം 2 or 3 വയ്യ. അതിന് ഒരു ഗുണവും ഉണ്ടാകാവതല്ല. അത് വ്യക്തിയാകാനും തരമില്ല. അതുകൊണ്ട് ഒരാത്മാവ് പൂർണ്ണവും കേവലവുമാകുമ്പോൾ അത് ബ്രഹ്മത്തോട് ഏകീഭവിക്കണം. ജീവന് സ്വപ്രകൃതിയുടെ പൂർണ്ണതയും സ്വസത്തയുടെ യാഥാർത്ഥ്യവുമായി കേവല സച്ചിദാനന്ദമായി മാത്രമേ ഈശ്വരനെ സാക്ഷാത്കരിക്കൂ. വ്യക്തിത്വം നശിച്ച് കല്ലോ മരമോ ആയിത്തീരലാണിത് എന്ന ആക്ഷേപം നാം പലപ്പോഴും വായിച്ചിട്ടുണ്ട്. മുറിവേറ്റിട്ടേയില്ലാത്തവൻ മുറിപ്പാട് കണ്ട് ചിരിക്കുന്നു. ഇതിങ്ങനെ ഒന്നുമല്ലെന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ ചെറു ശരീരത്തെക്കുറിച്ചുള്ള ബോധം, അതായത് ഞാനെന്ന ബോധം ആസ്വദിക്കുന്നത് സുഖമാണെങ്കിൽ 2 ശരീരങ്ങളിലുള്ള അഭിമാന രസം സുഖതരമാകണം. ആത്മഭാവനയ്ക്കാസ്പദമായ ശരീരങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന ക്രമത്തിന് ആനന്ദത്തിൻ്റെ അളവും വർദ്ധിക്കും. ഇങ്ങനെ വിശ്വാത്മഭാവം ഉണ്ടാകുന്നതോടെ ലക്ഷ്യത്തിലെത്തി, ആനന്ദത്തിൻ്റെ പരമകാഷ്ഠയിൽ. ഇങ്ങനെ അനന്തമായ വിശ്വാത്മഭാവം കൈവരാൻ ഈ ചട്ടക്കൂട്ടിലുള്ള ശോകാസ്പദവും അല്പവുമായ ആത്മഭാവം പോവുക തന്നെ വേണം. ഞാൻ സന്മാത്രനാകുമ്പോഴേ മരണത്തിന് അറുതിയുള്ളൂ. ഞാൻ ആനന്ദമാത്രനാകുമ്പോഴേ ശോകത്തിന് അന്ത്യം വരൂ. ഞാൻ ചിന്മാത്രനാകുമ്പോഴേ തെറ്റുകളൊക്കെ അറ്റുപോകൂ. ശാസ്ത്രത്തിൻ്റെ നിയതമായ നിഗമനവും ഇതുതന്നെ. ശാരീരികമായ ആത്മഭാവം മിഥ്യയാണെന്ന് ശാസ്ത്രം എനിക്ക് തെളിയിച്ചു തന്നിരിക്കുന്നു. എൻ്റെ ശരീരം വാസ്തവത്തിൽ ഇടമുറിയാത്ത ജഡസമുദ്രത്തിൽ തുടരെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപോളയാണെന്ന്. ഇങ്ങനെ എൻ്റെ ഇതര പ്രതിരൂപമായ ആത്മാവിൻ്റെ പക്ഷത്തിലും അദ്വൈതം, അതായത് ഐക്യം തന്നെ നിയതമായ നിഗമനം. ശാസ്ത്രം ഐക്യദർശനമല്ലാതൊന്നുമല്ല. പൂർണ്ണമായ ഐക്യം പ്രാപിക്കുന്നതോടെ മുന്നേറ്റം മുട്ടി ശാസ്ത്രം നിന്നുപോകും. എന്തെന്നാൽ അത് ലക്ഷ്യത്തിലെത്തും. മറ്റെല്ലാം ഉളവാക്കുന്ന ഏകഭൂതത്തെ കണ്ടെത്തിയാൽ രസതന്ത്രത്തിന് പിന്നെ മുന്നേറാൻ വയ്യ. മറ്റൊക്കെ പ്രകാശിപ്പിക്കുന്ന ഏകശക്തി കണ്ടെത്തുന്നതിൽ തൻകാര്യം നിറവേറ്റാനായാൽ ഊർജതന്ത്രം നിന്നുപോകും. മരണപ്രപഞ്ചത്തിലെ ഒരൊറ്റ ചൈതന്യത്തെ, എപ്പോഴും മാറുന്ന ലോകത്തിൻ്റെ മാറാത്ത ഒറ്റ ചുവടിനെ, എല്ലാ ജീവന്മാർക്കും മിഥ്യാസത്തയെ നൽകുന്ന ഒരേ ഒരു പരമാത്മാവിനെ അവിടുത്തെ കണ്ടെത്തിയാൽ അധ്യാത്മശാസ്ത്രവും പൂർണ്ണതയെ പ്രാപിക്കും. ഇങ്ങനെയാണ് നാനാത്വത്തിലും അദ്വൈതത്തിലും കൂടി ആത്യന്തിക ഐക്യം പ്രാപിക്കുന്നത്. ഇതിനപ്പുറം മതത്തിന് പോകാനാവില്ല. ഇതാണ് സർവശാസ്ത്ര ലക്ഷ്യം. ശാസ്ത്രമെല്ലാം ഈ നിഗമനത്തിലെത്താൻ നിർബന്ധമാണ്. ആവിർഭാവമാണ് ശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ വാക്ക്, സൃഷ്ടിയല്ല. ഹിന്ദുവിന് ഇതിൽ സന്തോഷമേയുള്ളൂ. അവൻ യുഗങ്ങളായി ഉള്ളിൽ താലോലിച്ചു പോന്നതെന്തോ അത് തന്നെ ഇന്ന് കുറെ കൂടി കരുത്തുള്ള ഭാഷയിലും ശാസ്ത്രത്തിൻ്റെ പുതുപുത്തൻ ദർശനങ്ങളിൽ നിന്നുള്ള കൂടുതൽ വെളിച്ചത്തിലും ലോകം പഠിക്കാൻ പോവുകയാണല്ലോ. അതിൽ അവന് സന്തോഷമേയുള്ളൂ. ഇനി നമുക്ക് തത്വവിചാര കയറ്റങ്ങളിൽ നിന്ന് പാമര മതത്തിലേക്ക് ഇറങ്ങുക തന്നെ. ഭാരതത്തിൽ അനേക ദേവതാവാദം ഇല്ലെന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറയട്ടെ. ഓരോ അമ്പലത്തിലും ചെന്ന് നിന്ന് ചെവി കൊടുത്ത് കേട്ടാൽ അവിടുത്തെ ഭക്തന്മാർ സർവവ്യാപിത്വമടക്കം ഈശ്വരനുള്ള എല്ലാ ഗുണങ്ങളും ഭഗവത് വിഗ്രഹങ്ങളിൽ കൽപ്പിക്കുന്നതായി തെളിയും. ഇത് അനേക ദേവതാവാദമല്ല, ദേവാധിദേവതാവാദം എന്ന പേരും സമാധാനമാകുന്നില്ല. പേര് മറ്റെന്ത് ചൊന്നാലും റോസ് പുഷ്പം അതേ തൂമണം തരും. നാമകരണം വിശദീകരണമല്ല. ഒരു ക്രിസ്ത്യൻ പാതിരി ഭാരതത്തിൽ ഒരാൾക്കൂട്ടത്തോട് പ്രസംഗിച്ചത് എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടത് ഞാൻ ഓർക്കുന്നു. അയാൾ അവരോട് പറഞ്ഞ മറ്റു മധുര സംഗതികളിൽ ഒന്ന് ഇതായിരുന്നു: നിങ്ങളുടെ വിഗ്രഹത്തിന്
എൻ്റെ വടി കൊണ്ട് ഒരടി കൊടുത്താൽ അതിനെന്ത് ചെയ്യാൻ കഴിയും? അയാളുടെ കേൾവിക്കാരിൽ ഒരാൾ പെട്ടെന്ന് മറുപടി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഈശ്വരനെ ശകാരിച്ചാൽ അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? താൻ ചാകുമ്പോൾ തന്നെ ശിക്ഷിക്കും, പാതിരി പറഞ്ഞു. എന്നാൽ താൻ ചാകുമ്പോൾ എൻ്റെ വിഗ്രഹം തന്നെ ശിക്ഷിക്കും. ആ ഹിന്ദു തിരിച്ചടിച്ചു. വൃക്ഷത്തെ അതിൻ്റെ കായ് കൊണ്ടറിയാം. എങ്ങും ഒരിക്കലും കണ്ടിട്ടില്ലാത്തത്ര സദ്വൃത്തിയും അധ്യാത്മതയും പ്രേമവും ഉള്ളവരെ വിഗ്രഹാരാധനക്കാരെന്ന് വിളിക്കുന്നവരുടെ ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിന്ന് തന്നെത്താൻ ചോദിക്കാറുണ്ട്, പാപം പുണ്യത്തെ പ്രസവിക്കുമോ എന്ന്. അന്ധവിശ്വാസം മനുഷ്യൻ്റെ ഒരു വലിയ ശത്രു തന്നെ. എന്നാൽ അതിലും കഷ്ടമാണ് മതഭ്രാന്ത്. ക്രിസ്ത്യാനി എന്തിന് പള്ളിയിൽ പോകുന്നു? കുരിശെങ്ങനെ ദിവ്യമായി? പ്രാർത്ഥിക്കുമ്പോൾ മുഖം എന്തുകൊണ്ട് ആകാശത്തേക്ക് തിരിയുന്നു? കത്തോലിക്ക പള്ളികളിൽ ഇത്രയേറെ വിഗ്രഹങ്ങളുള്ളതെന്തേ? പ്രോട്ടസ്റ്റന്റുകൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഇത്രയേറെ വിഗ്രഹങ്ങളുള്ളതെന്ത്? എൻ്റെ സഹോദരരെ, നമുക്ക് ശ്വസിക്കാതെ ജീവിക്കാനാവാത്തതുപോലെ ഏതെങ്കിലും വിഗ്രഹത്തെ മനസ്സിൽ കൽപ്പിക്കാതെ ചിന്തിക്കാൻ സാധ്യമല്ല. സാഹചര്യ നിയമമനുസരിച്ച് ഭൗതിക വിഗ്രഹം മനോവൃത്തിയെ വിളിച്ചുണർത്തുന്നു. അങ്ങനെ മറിച്ചും. ഇതുകൊണ്ടാണ് ഹിന്ദു ആരാധനയ്ക്ക് ബാഹ്യപ്രതീകത്തെ ഉപയോഗിക്കുന്നത്. ഏത് ദേവതയെ ധ്യാനിക്കുന്നുവോ ആ ദേവതയിൽ മനസ്സ് നിലനിർത്താൻ പ്രതീകം സഹായിക്കുന്നു എന്ന് ഹിന്ദു പറയും. വിഗ്രഹം ഈശ്വരനല്ലെന്നും അത് സർവ്വവ്യാപിയല്ലെന്നും നിങ്ങളെപ്പോലെ തന്നെ ഹിന്ദുവിനും അറിയാം. ആകട്ടെ, ലോകത്തിൽ ഒട്ടുമിക്കവർക്കും സർവ്വവ്യാപി എന്ന് വെച്ചാൽ എത്രയ്ക്ക് അർത്ഥബോധമുണ്ടാകും? അത് വെറുമൊരു വാക്ക്, ഒരടയാളം മാത്രം. ഈശ്വരന് ഉപരിതല വിസ്താരമുണ്ടോ? ഇല്ലെങ്കിൽ സർവ്വവ്യാപി എന്ന് ജപിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് വിസ്തൃത വിണ്ടലത്തെയോ അന്തരീക്ഷത്തെയോ ആയിരിക്കും. അത്ര തന്നെ. ഏതോ തരത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഘടനാ നിയമമനുസരിച്ച് അനന്തത എന്ന ആശയം നീലവെണ്ണിൻ്റെയോ കടലിൻ്റെയോ പ്രതീതിയോട് അന്വയിക്കേണ്ടിയിരിക്കുന്നത് നമുക്ക് അനുഭവമാണ്. ഇതുപോലെ വിശുദ്ധതയെക്കുറിച്ചുള്ള നമ്മുടെ ആശയത്തെ നാം സ്വാഭാവികമായി പള്ളിയുടെയോ മസ്ജിദിൻ്റെയോ കുരിശിൻ്റെയോ പ്രതിരൂപത്തോട് ഘടിപ്പിക്കുന്നു. വിശുദ്ധത, നൈർമല്യം, സത്യം, സർവ്വവ്യാപിത്വം മുതലായ ആശയങ്ങളെ ഹിന്ദുക്കൾ പല വിഗ്രഹങ്ങളോടും രൂപങ്ങളോടും ചേർത്ത് കൽപ്പിക്കുന്നു. എന്നാൽ ഈ വ്യത്യാസമുണ്ട്. ചിലർ അവരുടെ ജീവിതം മുഴുവൻ പള്ളി എന്ന തനത് വിഗ്രഹത്തിന് സമർപ്പിച്ചിട്ട് അതിനുപരി തെല്ലും ഉയരുന്നതേയില്ല. അവർക്ക് മതമെന്ന് വെച്ചാൽ ചില തത്വങ്ങളെ ബുദ്ധി കൊണ്ട് അനുകൂലിക്കുകയും സഹജീവികൾക്ക് നന്മ ചെയ്യുകയും മാത്രമാണ്. ഹിന്ദുവിൻ്റെ ധർമ്മമാകട്ടെ മുഴുവനും സാക്ഷാത്കാരത്തിൽ കേന്ദ്രീകൃതമാണ്. മനുഷ്യൻ ഈശ്വരത്വം സാക്ഷാത്കരിച്ച് ഈശ്വരനായി തീരണം. വിഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും പള്ളികളും ഗ്രന്ഥങ്ങളും അവൻ്റെ ആധ്യാത്മിക ശൈശവത്തിലെ താങ്ങും തുണയും മാത്രമാണ്. എന്നാൽ അവൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കണം. അവൻ ഒരിടത്തും നിന്നുകൂടാ. ബാഹ്യമായ ദ്രവ്യസഹിതമായ പൂജ ഏറ്റവും താഴ്ന്ന നില. ഉയരാനുള്ള ഉത്സാഹം, മാനസ പ്രാർത്ഥന. അടുത്ത പടി ഭഗവത് ദർശനമാണ്. അത്യുത്തമ പദം എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. കേട്ടോളൂ. വിഗ്രഹത്തിന് മുമ്പിൽ കുമ്പിടുന്ന അതേ ഭക്തൻ പറയുന്നത് അവനെ പ്രകാശിപ്പിക്കാൻ സൂര്യന് കഴിയുന്നില്ല, ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും വയ്യ, മിന്നലിന് ശക്തിയില്ല, നമ്മൾ പറയുന്ന തീയ്ക്കും കഴിവില്ല, അവനെക്കൊണ്ട് അവ വിളങ്ങുകയാണ്. എങ്കിലും ഇയാൾ ആരുടെയും വിഗ്രഹത്തെ ആക്ഷേപിക്കുകയോ അതിൻ്റെ ആരാധന പാപമെന്ന് പറയുകയോ ചെയ്യുന്നില്ല. അവൻ അതിനെ ജീവിതത്തിൽ ആവശ്യമായ ഒരു ഘട്ടമെന്ന് കാണുന്നു. ശിശു മനുഷ്യൻ്റെ അച്ഛനാകുന്നു. ശൈശവമോ യൗവനമോ പാപമെന്ന് ഒരു വൃദ്ധൻ പറയുന്നത് ശരിയാകുമോ? വിഗ്രഹത്തിൻ്റെ സഹായം കൊണ്ട് ഒരുവന് തൻ്റെ ഈശ്വര സ്വരൂപം സാക്ഷാത്കരിക്കാൻ സാധിക്കുമെങ്കിൽ അത് പാപമെന്ന് പറയുന്നത് ശരിയാകുമോ? മാത്രമല്ല, ആ പടി കടന്നാലും അത് തെറ്റെന്ന് പറയാമോ? ഹിന്ദു ദൃഷ്ടിയിൽ മനുഷ്യൻ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കല്ല പോകുന്നത്, സത്യത്തിൽ നിന്ന് സത്യത്തിലേക്കാണ്. താഴ്ന്ന സത്യത്തിൽ നിന്ന് ഉയർന്ന സത്യത്തിലേക്ക്. അധമമായ ജഡാരാധന മുതൽ അത്യുത്തമമായ ബ്രഹ്മവാദം വരെയുള്ള എല്ലാ മതങ്ങളും അവൻ്റെ നോട്ടത്തിൽ മനുഷ്യാത്മാവ് അതിൻ്റെ ജന്മത്തിനും സാഹചര്യത്തിനും വിധേയമായി അനന്തപ്രാപ്തിക്കു ചെയ്യുന്ന അത്രയും പരിശ്രമങ്ങളാണ്. ഇവ ഓരോന്നും പുരോഗതിയിലുള്ള ഓരോ പടവുകളാണ്. ഓരോ ജീവാത്മാവും ഓരോ ഗരുഡ ശിശുവാണ്. അത് ഉയർന്നുയർന്നു പറക്കുന്നു.
അതിനതിന് കരുത്തേറുന്നു. ഒടുവിലത് പരം ജ്യോതിസിലെത്തുന്നു. നാനാത്വത്തിൽ ഏകത്വമാണ് പ്രകൃതി കൽപ്പിതം. ഹിന്ദു ഇത് അംഗീകരിച്ചിരിക്കുന്നു. മറ്റു മതങ്ങളെല്ലാം ചില സ്ഥാവര സിദ്ധാന്തങ്ങൾ ഉപന്യസിച്ച് അവ സമുദായത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ നോക്കും. സമുദായത്തിൻ്റെ മുന്നിൽ വയ്ക്കാൻ അതിന് ഒരു കുപ്പായമേ ഉള്ളൂ. അത് ജാക്കിനും ജോണിനും ഹെൻറിക്കും ഒക്കെ ഒരുപോലെ ചേർന്നുകൊള്ളണം. ജോണിനോ ഹെൻറിക്കോ അത് ചേരാത്ത പക്ഷം അവൻ മേലുമറയ്ക്കാൻ കുപ്പായമില്ലാതെ പോയിക്കൊള്ളണം. സാപേക്ഷത്തിൽ കൂടിയേ നിരപേക്ഷത്തെ സാക്ഷാത്കരിക്കാനോ വിചാരിക്കാനോ വിവരിക്കാനോ സാധിക്കൂ എന്ന് ഹിന്ദു കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനുള്ള അടയാളങ്ങൾ, ആത്മിക ആശയങ്ങൾ തൂക്കിയിടാനുള്ള ആണികൾ മാത്രമാണ് വിഗ്രഹങ്ങളും കുരിശുകളും ചന്ദ്രക്കലകളും. ഈ സഹായം എല്ലാവർക്കും വേണമെന്നല്ല. അത് വേണ്ടാത്തവർക്ക് അത് തെറ്റാണെന്ന് പറയാൻ അവകാശമില്ലെന്ന് മാത്രം. ഇത് ഹിന്ദുധർമ്മത്തിൽ നിർബന്ധവുമല്ല. ഒരു കാര്യം നിങ്ങളോട് പറയേണ്ടിയിരിക്കുന്നു. വിഗ്രഹാരാധന ഭാരതത്തിൽ അത്ര ഭയങ്കരമൊന്നുമല്ല. അത് തേവിടിശിയുടെ തള്ളയല്ല. നേരെ മറിച്ച് അവിത്പന്ന മനസ്സുകൾ അധ്യാത്മതത്വങ്ങളെ എത്തിപ്പിടിക്കാൻ ചെയ്യുന്ന പരിശ്രമം മാത്രമാണത്. ഹിന്ദുക്കൾക്ക് ചില ദോഷങ്ങളുണ്ട്. ചിലപ്പോൾ ചില വ്യത്യസ്തതകളും അവർക്കുണ്ട്. എങ്കിലും ഒന്നോർക്കുക, അവർ എപ്പോഴും നോക്കുന്നത് സ്വന്തം ശരീരത്തെ ദണ്ഡിക്കാനാണ്, ഒരിക്കലും അയൽക്കാരൻ്റെ കഴുത്തറക്കാനല്ല. വ്രതകർക്കശക്കാരനായ ഹിന്ദു പട്ടടയിൽ സ്വശരീരം എരിച്ചേക്കാമെങ്കിലും മറ്റു മതക്കാരെ ഹോമിക്കാൻ തീയെ കൂട്ടാറില്ല. മന്ത്രവാദിനികളെ ചുട്ടതിൻ്റെ കുറ്റം ക്രിസ്തുമതത്തിൻ്റെ പടിക്കൽ ചാർത്താവുന്നതിലേറെ ഈ സ്വയം ദഹന പാതകം ഹിന്ദുധർമ്മത്തിൻ്റെ പടിക്കൽ ചാർത്തിക്കൂടാ. അപ്പോൾ ഹിന്ദുവിൻ്റെ നോട്ടത്തിൽ മതപ്രപഞ്ചം മുഴുവനും തന്നെ പല നിലയിലും പരിതസ്ഥിതിയിലും കൂടി പലവിധം സ്ത്രീ പുരുഷന്മാരുടെ ഒരേ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ചെയ്യൽ, അടുത്തെത്തൽ മാത്രമാണ്. ഭൗതിക മനുഷ്യനിൽ നിന്ന് ഈശ്വരനെ ആവിഷ്കരിക്കുക മാത്രമാണ് ഓരോ മതവും ചെയ്യുന്നത്. അവയുടെ എല്ലാം പ്രചോദകൻ ഒരേ ഈശ്വരനാണ് താനും. എന്തേ പിന്നെ ഇത്ര വളരെ പൊരുത്തക്കേടുകൾ? അവയെല്ലാം പുറം തോന്നൽ മാത്രമെന്ന് ഹിന്ദു പറയുന്നു. പല പ്രകൃതികളുടെ അവസ്ഥാ പരിണാമങ്ങളുമായി സ്വയം ഇണങ്ങുന്ന ഒരേ സത്യത്തിൽ നിന്നാണ് ഈ പൊരുത്തക്കേടുകൾ വരുന്നത്. പല നിറമുള്ള പളുങ്ക് പലകകളിൽ കൂടി ഒരേ വെളിച്ചം വരികയാണ്. ഇണങ്ങാൻ ഈ ചില്ലറ വൈവിധ്യങ്ങൾ വേണം താനും. എന്നാൽ എല്ലാറ്റിൻ്റെയും ഹൃദയത്തിൽ ഒരേ സത്യം വാണരുളുന്നു. ഭഗവാൻ കൃഷ്ണ അവതാരത്തിൽ ഹിന്ദുവിനോട് ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു: മണിമാലയിലെ നൂല് പോലെ എല്ലാ മതങ്ങളിലും ഞാനുണ്ട്. അസാധാരണ വിശുദ്ധിയും അസാധാരണ ശക്തിയും മനുഷ്യവർഗത്തെ ഉയർത്തുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതായി എവിടെയൊക്കെ കാണുന്നുവോ അവിടെയൊക്കെ ഞാനുണ്ടെന്ന് ധരിക്കുക. ഇതിൻ്റെ ഫലമോ ഹിന്ദുവിന് മാത്രമേ മോക്ഷമുള്ളൂ, മറ്റാർക്കുമില്ല എന്ന തരത്തിൽ ഒരു വാക്യമെങ്കിലും സംസ്കൃത ദർശനങ്ങളിൽ ഉടനീളം എവിടെയെങ്കിലും കാണിച്ചു തരുവാൻ ഞാൻ ലോകത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്നു. വ്യാസൻ പറയുകയാണ്, നമ്മുടെ വർണ്ണാശ്രമങ്ങൾക്ക് പുറത്തും ഉത്തമ പുരുഷന്മാരെ കാണാം എന്ന്. ഒരു കാര്യം കൂടെ, ഹിന്ദുവിൻ്റെ വിചാരവിധാനം മുഴുവൻ ഈശ്വര കേന്ദ്രിതമായിരിക്കെ അജ്ഞേയപരമായ ബുദ്ധമതത്തിലും നിരീശ്വരമായ ജൈനമതത്തിലും അവൻ എങ്ങനെ വിശ്വസിക്കാനാവും? ബൗദ്ധനും ജൈനനും ഈശ്വരനെ അവലംബിക്കുന്നില്ല. അവരുടെ മതശക്തി മുഴുവനും തിരിച്ചുവിട്ടിരിക്കുന്നത് സർവമത കേന്ദ്രമായ ആ മഹാസത്യത്തിലേക്കാണ്, മനുഷ്യനിൽ നിന്ന് ഈശ്വരനെ ആവിഷ്കരിക്കുന്നതിലേക്ക്. അവർ പിതാവിനെ കണ്ടിട്ടില്ല, എന്നാൽ പുത്രനെ കണ്ടിട്ടുണ്ട്. പുത്രനെ കണ്ടവനാകട്ടെ പിതാവിനെയും കണ്ടുകഴിഞ്ഞു. സഹോദരരെ, ഇതാണ് ഹിന്ദു ധർമ്മതത്വങ്ങളുടെ ഒരു ചെറുചിത്രം. നനച്ചതൊക്കെ നടപ്പിലാക്കാൻ ഹിന്ദുവിന് കഴിഞ്ഞിട്ടില്ലായിരിക്കാം. എന്നാൽ എന്നെങ്കിലും ഒരു വിശ്വമതം ഉണ്ടാകുമെങ്കിൽ അതിന് ദേശത്തിനും കാലത്തിനും നിലപാട് പാടില്ല. അത് ഉപദേശിക്കുന്ന ഈശ്വരനെ പോലെ അതും അനന്തമായിരിക്കും. അതിൻ്റെ സൂര്യൻ കൃഷ്ണഭക്തന്മാരുടെയും ക്രിസ്തുഭക്തന്മാരുടെയും പുണ്യവാന്മാരുടെയും പാപികളുടെയും മേൽ ഒരുപോലെ പ്രകാശിക്കും. അത് ബ്രാഹ്മണ, ബൗദ്ധ, ക്രൈസ്തവ, മാഹമ്മദ ധർമ്മങ്ങളിൽ ഒന്ന് മാത്രമായിരിക്കില്ല, അവയുടെയൊക്കെ ആകെത്തുകയായിരിക്കും. എന്നാലും വളരാൻ അളവറ്റ സ്ഥലം ബാക്കി കാണും. അത് വിശ്വവിശാലതയാൽ സർവ മനുഷ്യരാശിയെയും അതിൻ്റെ അനന്തബാഹുക്കളിൽ ഒതുക്കി ആശ്ലേഷിക്കുന്നതായിരിക്കണം. കാട്ടുജന്തുവിൽ നിന്ന് അധികം നീങ്ങിയിട്ടില്ലാത്ത നികൃഷ്ടനും കീടവൃത്തിയുമായ കാട്ടുമാടൻ മുതൽ ലോകരെല്ലാം കണ്ട് അമാനുഷനോ എന്ന് ശങ്കിച്ച് ഭയഭക്തി സ്തബ്ധരായി നിന്നു പോകത്തക്ക വിധം ബുദ്ധിയുടെയും ഹൃദയത്തിൻ്റെയും ഗുണങ്ങൾ കൊണ്ട് മനുഷ്യരാശിക്കുപരി ഉയർന്ന അത്യുത്തമ പുരുഷൻ വരെ എല്ലാവർക്കും ആ ധർമ്മത്തിൽ സ്ഥാനമുണ്ട്.
തനത് നയത്തിൽ മതപീഡനത്തിനോ അസഹിഷ്ണുതയ്ക്കോ സ്ഥാനമേ നൽകാത്തതായിരിക്കും ആ ധർമ്മം. അത് സകല സ്ത്രീ പുരുഷന്മാരിലും ഒരേ ഈശ്വര ചൈതന്യത്തെ അംഗീകരിക്കും. അതിൻ്റെ ഉദ്ദേശ്യവും കഴിവും മുഴുവൻ മാനവവർഗത്തെ അതിൻ്റെ സത്യവും സഹജവുമായ ദിവ്യസ്വരൂപത്തെ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്നതിൽ കേന്ദ്രീകരിച്ചിരിക്കും. ഇങ്ങനെ ഒരു ധർമ്മം ലോകത്തിന് നൽകുക. സകല ജനതകളും നിങ്ങളുടെ പിന്നാലെ വരും. അശോകന്റെ ധർമ്മസഭ ബൗദ്ധസഭയായിരുന്നു. അക്ബറുടേത് കുറെ കൂടി ഉദ്ദേശ്യനിഷ്ഠമായിരുന്നെങ്കിലും ഒരു സ്വകാര്യ സമാജം മാത്രമായിരുന്നു. എല്ലാ ധർമ്മങ്ങളിലും ഈശ്വരനുണ്ടെന്ന് സർവ്വദിഗന്ധങ്ങളിലും വിളംബരം ചെയ്യാനുള്ള ഭാഗ്യം അമേരിക്കയ്ക്കാണ് നീക്കിവച്ചിരുന്നത്. ഹിന്ദുക്കളുടെ ബ്രഹ്മവും ജരദുഷ്ടരുടെ അഹുറമസ്ദയും, ബൗദ്ധരുടെ ബുദ്ധനും ജൂതരുടെ യഹോവയും ക്രിസ്ത്യാനികളുടെ സ്വർഗസ്ഥനായ പിതാവുമായ അവിടുന്ന് ഈ ഉദാരാശയം നടപ്പിലാക്കാൻ നിങ്ങൾക്ക് കരുത്ത് നൽകട്ടെ. ജ്ഞാനതാരകം കിഴക്കുദിച്ചു. അത് മുറയ്ക്ക് പടിഞ്ഞാറോട്ട് നീങ്ങി. ചിലപ്പോൾ മങ്ങിയും ചിലപ്പോൾ തിളങ്ങിയും ഇങ്ങനെ അത് ഭൂമിയെ ഒന്ന് ചുറ്റി. ഇപ്പോൾ ഇതാ അതേ കിഴക്കൻ ചക്രവാളത്തിൽ പണ്ടന്നത്തേതിൻ്റെയും 1000 മടങ്ങ് ദീപ്തിയോടുകൂടി ബ്രഹ്മപുത്ര നദീതീരത്ത് വീണ്ടും ഉദയം ചെയ്യുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ ജന്മഭൂവായ കൊളംബിയ ദേവി ഭവതി വിജയിച്ചാലും അയൽക്കാരൻ്റെ ചെഞ്ചോരയിൽ ഒരിക്കലും കൈ കഴുകാത്ത, അയൽക്കാരനെ കൊള്ളയടിക്കുന്നതിൽ പണപ്പെരുപ്പത്തിന് കുറുക്കുവഴി കാണാത്ത ഭവതിക്കാണ് സൗഹാർദ്ദ പതാകയുമേന്തി നാഗരികതയുടെ മുൻനിരയിൽ അണിനടക്കുവാനുള്ള ഭാഗ്യമുണ്ടായത്.